നവ്യയ്ക്ക് വേണ്ടി നയനയോട് ജ്യൂസ് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ് അബി. അങ്ങനെ നയന ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി അബിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അത് കണ്ട് ജലജ മാറി നിന്നും അബിയോട് പറയുകയാണ്, വെരി ഗുഡ്, അവളുടെ ചേച്ചിക്ക് മരുന്ന് കൊടുക്കാന് അനിയത്തി തന്നെ ജ്യൂസ് ഉണ്ടാക്കി, അത് കൊള്ളാം. അങ്ങനെ പറഞ്ഞ ജലജ ചിരിച്ചുകൊണ്ട് ആ ജ്യൂസിലേക്ക് ഒരു മരുന്ന് കലർത്തുന്നുണ്ട്. ഇനി കുറച്ചു സമയത്തിനുള്ളിൽ അവളുടെ വയറ്റിലുള്ള ആ കുഞ്ഞങ്ങ് കലങ്ങിക്കോളും. നമ്മള് ഒന്നും അറിയാത്തതുപോലെ അവളെ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകും. ആ ഡോക്ടർ നമുക്ക് അനുകൂലമായി റിപ്പോർട്ട് എഴുതി തരും. ഇതാ, ഈ ജ്യൂസ് കൊണ്ടുപോയി നിന്റെ ഭാര്യയ്ക്ക് കൊടുക്ക് പോയെന്ന് ജലജ പറഞ്ഞത് കേട്ട് അബി ആ ജ്യൂസുമായി മുറിയിലേക്ക് വരികയാണ്. നവ്യയുടെ അടുത്ത് കനകയിരിപ്പുണ്ട്. നവ്യ, ദേ ഈ ജ്യൂസ് കുടിക്ക്. അങ്ങനെ അബി പറയുമ്പോ, ഇതെന്താ ആപ്പിൾ ജ്യൂസോ? എനിക്കിത് ഇഷ്ടമല്ല അബി, എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് നവ്യ അത് വാങ്ങിയില്ല. അത് കണ്ട് കനക, മോനെ എത്ര സന്തോഷത്തോടെ കൊണ്ടുവന്നതാ, നീ ഇത് കുടിക്കുമോളെ, ഇങ്ങ് തായെന്ന് പറഞ്ഞ് നവ്യെ നിർബന്ധിച്ച് കനക ജ്യൂസ് കുടിപ്പിക്കുന്നുണ്ട്. അത് കണ്ട് ജലജ, നവ്യെ, നിന്റെ അമ്മയുടെ കൈ കൊണ്ട് തന്നെ നിനക്ക് പണി കിട്ടിക്കോളും എന്ന് പറഞ്ഞ് മാറി നിന്നും ചിരിക്കുന്നുണ്ട്. നവ്യ ജ്യൂസ് ഫുള്ള് കുടിച്ചത് കണ്ട് അബിക്കും ഒരുപാട് സന്തോഷമാവുകയാണ്. അതേസമയം ആദർശ് ഓഫീസിൽ പവിത്രയോട് ചൂടാവുന്നുണ്ട്. ഇതെന്ത് ഡിസൈനാ പവിത്ര നീ വരച്ചിരിക്കുന്നത്? നിന്റെ സ്ഥാനത്ത് നയനയായിരുന്നെങ്കിലേ നല്ല ഡെഡിക്കേഷനോടെ വരച്ചേനെ. നിന്നെ കൊണ്ട് ഇങ്ങനെ വരക്കാൻ പറ്റുമെന്ന് തോന്നില്ല. പോയി നല്ലത് വരച്ചോണ്ട് വാ. അങ്ങനെ ആദർശ് പറയുമ്പോ നയനയുടെ കോള് വരികയാണ്. ഇപ്പൊ ഇവളെന്തിനാ എന്നെ കോൾ ചെയ്യുന്നേ? അങ്ങനെ ആദർശ് ചിന്തിക്കുമ്പോ, നയന മേഡത്തിനെ 100 ആയുസ സർ, അവരെ പറ്റി ഇപ്പൊ സംസാരിച്ചതേയുള്ളൂ. കറക്റ്റായി ആ സമയം മേഡം കോൾ ചെയ്തില്ലേ എന്ന് പറയുകയാണ് പവിത്ര. ആദർശ് പവിത്രയെ പറഞ്ഞു വിട്ടതിനു ശേഷം കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പറ നയന. അങ്ങനെ ആദർശ് ചോദിക്കുമ്പോ സോറി പറയുകയാണ് നയന. എന്തിനാ ഫോൺ ചെയ്തിട്ട് എന്നോട് സോറി പറയുന്നേ എന്ന് ആദർശ് ചോദിക്കുന്നുണ്ട്. ഗ്യാസ് തീർന്നു പോയപ്പോ ബുക്ക് ചെയ്യാൻ വേണ്ടി കോൾ ചെയ്തതാ, അത് മാറി ആദർശേട്ടന്റെ നമ്പറിലേക്ക് വന്നതാ. സോറി ആദർശേട്ടാ, എന്നെ എപ്പോഴും പറയുന്നത് പോലെ ആദർശേട്ടൻ വഴക്കു പറഞ്ഞോളൂ എന്നൊക്കെ നയന പറയുമ്പോ, 24 മണിക്കൂറും നിന്നെ വഴക്കു പറയുന്നതാണോ എന്റെ ജോലി? അങ്ങനെ ആദർശ് ചോദിക്കുന്നുണ്ട്. അതേയെന്ന് നയന മറുപടിയും കൊടുക്കുന്നു. അത് കേട്ട് ആദർശ്, ഇവള് പറഞ്ഞത് ശരിയാണല്ലോ, എപ്പോഴും ഞാൻ അവളോട് ദേഷ്യപ്പെട്ട് വളരെ ഹാർഷായിട്ടാ പെരുമാറാറുള്ളത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ശേഷം നയന, ഇന്ന് ഞാനും നീയും, അതായത് നമ്മള് രണ്ടുപേരും പുറത്തു പോയി ഡിന്നർ കഴിക്കുന്നു, നീ റെഡിയായി നിക്ക് എന്ന് ആദർശ് പറയുകയാണ്. അത് കേട്ട് നയന, ഞാൻ ഈ കേൾക്കുന്നത് സത്യമാണോ ആദർശേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, നീ പെട്ടെന്ന് റെഡിയാവാൻ നോക്ക്, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറയുകയാണ് ആദർശ്. ശരി, ഞാൻ റെഡിയായി നിക്കാമെന്ന് പറഞ്ഞ് നയന കോള് കട്ട് ചെയ്യുകയാണ്. നയന സന്തോഷം കൊണ്ട് ആദർശിന്റെ ഫോട്ടോ എടുത്ത് അതിൽ ഉമ്മ കൊടുക്കുന്നുണ്ട്. എനിക്കറിയായിരുന്നു ആദർശേട്ടൻ മാറുമെന്ന്, എന്നാ ഇത്ര പെട്ടെന്ന് മാറുമെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ നയന ആദർശിന്റെ ഫോട്ടോ നോക്കി സംസാരിക്കുകയാണ്. നയന ഫോട്ടോ നോക്കി ഡാൻസ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് കനക കയറി വരികയാണ്. എന്താ മോളെ, ഡാൻസ് കളിക്കാൻ മാത്രം ഇത്ര സന്തോഷമെന്ന് കനക ചോദിക്കുമ്പോ, ഇന്ന് ഈവനിങ്ങിലെ ആദർശേട്ടൻ എന്നെ ഡിന്നറിന് കൂട്ടിക്കൊണ്ടുപോകും എന്നൊക്കെ പറയുകയാണ് നയന. എനിക്ക് ഇത് കേൾക്കുമ്പോ തന്നെ ഒരുപാട് സന്തോഷായി. അങ്ങനെ കനക പറയുന്നത് ജലജ മാറി നിന്നും കേൾക്കുകയാണ്. ഈ ആദർശ് അങ്ങ് ഫുള്ള് മാറിപ്പോയല്ലോ, ഇവളെ ഒറ്റയ്ക്ക് ഡിന്നറിന് കൂട്ടിക്കൊണ്ടുപോകുന്നോ? അതെനിക്കൊന്ന് കാണണല്ലോ. അങ്ങനെ ജലജ ചിന്തിക്കുവാണ്. പിന്നീട് ജലജ എല്ലാവരുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ആദർശ് ഈ വീട്ടിലുള്ള എല്ലാവരെയും ഇന്ന് ഡിന്നറിന് കൊണ്ടുപോവുകയാണ്, എല്ലാവരോടും പെട്ടെന്ന് റെഡിയാവാൻ പറഞ്ഞു. അത് കേട്ട് വീട്ടിലുള്ള എല്ലാവരും ഡിന്നറിന് പോകാനായി റെഡിയായി വരികയാണ്. കനക വന്നപ്പോ മുത്തശ്ശിയും അവരോട് റെഡിയാവാൻ പറയുന്നുണ്ട്. എല്ലാവരും റെഡിയായി നിൽക്കുന്നത് കണ്ട് നയനയോട് മാത്രമല്ലേ റെഡിയാവാൻ പറഞ്ഞത്, പിന്നെന്താ ഇവരൊക്കെ റെഡിയായി നിൽക്കുന്നേ എന്നൊക്കെ കനക വിചാരിക്കുന്നുണ്ട്. ജലജ കനകയുടെ അടുത്ത് വന്ന്, നിങ്ങള് ഇത്ര വലിയ ഹോട്ടലൊന്നും കണ്ടിട്ടില്ലല്ലോ, നിങ്ങളുടെ ഒരു ഭാഗ്യേ, അതുപോലെ ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ നിന്റെ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായില്ലേ. അങ്ങനെ ജലജ പറഞ്ഞത് കേട്ട് നവ്യക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞങ്ങളൊന്നും പിച്ചെടുത്ത് ജീവിക്കുന്നവരൊന്നുമല്ല ആ ഹോട്ടലിൽ കയറാതിരിക്കാൻ. നിങ്ങളൊക്കെ വലിയ വീട്ടിൽ ജനിച്ചവരായിരിക്കും, ഞങ്ങളൊക്കെ വേസ്റ്റ്, മതിയോ നിങ്ങൾക്ക്? ഇപ്പൊ സന്തോഷമായോ എന്നൊക്കെ നവ്യ ജലജയ്ക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. അത് കണ്ട് കനക വന്ന് നവ്യയെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. കനക സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് നവ്യ, അമ്മ ഇതൊന്നും കേട്ട് സങ്കടപ്പെടണ്ട, അത് വിട്ടേക്കമ്മ, അവരുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. മോളെ നവ്യെ,
നിന്നെയും നയനയും തമ്മിൽ തെറ്റിച്ച് രണ്ടുപേരെയും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനാണ് ആ ജലജയുടെ പദ്ധതി. നീയും നയനയും തമ്മിൽ ഒന്നായ ജലജയ്ക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെനിക്കറിയാമേ. ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ആ സ്ത്രീയാണ്. എനിക്കത് നന്നായിട്ടറിയാം. എല്ലാം അറിഞ്ഞ് ഇവർക്ക് വീട്ടുജോലി ചെയ്ത് ജീവിക്കാൻ നയനയല്ല ഈ നവ്യ എന്നൊക്കെ നവ്യ പറയുകയാണ്. നയനയ്ക്ക് നീ ഒരു അമ്മയുടെ സ്ഥാനത്താണ്. അത് നീ മനസ്സിലാക്കണം നവ്യ. ചേച്ചിയോ അനിയത്തിയോ ഒന്നായാൽ പിന്നെ നിങ്ങൾക്ക് ഈ ലോകം തന്നെ ജയിക്കാൻ പറ്റും. അത് നീ മനസ്സിലാക്കിയെന്നൊക്കെ കനക പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മനസ്സിലായി അമ്മേ, ഇനി ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുകയാണ് നവ്യ. അങ്ങനെ പറഞ്ഞാ പോരാ, നീ എനിക്ക് വാക്ക് തരണം. ഇനി മുതല് നയനെയും നന്ദുവിനെയും നീ ഒരു ചേച്ചിയെ പോലെ നോക്കിക്കോളാമെന്ന് എനിക്ക് വാക്കുതാ. അങ്ങനെ കനക ആവശ്യപ്പെട്ടപ്പോ ശരി, എന്ത് നടന്നാലും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ നിങ്ങളെ നോക്കിക്കോളാമെന്ന് അമ്മയുടെ കയ്യിൽ പിടിച്ച് സത്യയിടുകയാണ് നവ്യ. അത് കണ്ട് കനക കണ്ണു നിറഞ്ഞുകൊണ്ട് നവ്യക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അതേസമയം ജലജയാണെങ്കിൽ അബിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. എടാ അബി, നീയല്ലേ ആ മരുന്ന് കലർത്തിയ ജ്യൂസ് അവളെ കൊണ്ട് കുടിപ്പിച്ചത്? എന്നിട്ട് അവൾക്ക് യാതൊരു സിംറ്റംസും ഉണ്ടായിട്ടില്ല. അതിന്റെ ടെൻഷനിലാ ഞാൻ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലടാ. അങ്ങനെ ജലജ പറയുമ്പോ അതെ അമ്മേ, അവളെന്താ കല്ലാണോ? ആദർശേട്ടനാണെങ്കിൽ ഇപ്പൊ ഹോട്ടലിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയൊക്കെ അബി മറുപടി കൊടുക്കുന്നുണ്ട്. പുറത്തു പോയി ഡിന്നർ കഴിക്കുമ്പോ നവ്യക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ ആ ഹോട്ടലിലെ ഫുഡിന്റെ പ്രശ്നമാണെന്ന് എല്ലാവരും കരുതിക്കോളും. ആൾക്ക് നമ്മുടെ മേലെ ഒരു സംശയം പോലും ഉണ്ടാവില്ല എന്നൊക്കെ പറയുകയാണ് ജലജ. അത് ശരിയാമേ, പക്ഷെ അവൾക്ക് ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി പോലും ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ അബി പറയുമ്പോ അത് നടക്കുമെടാ. പെട്ടെന്ന് അവക്ക് എന്തെങ്കിലും സംഭവിച്ച നീ കാർ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ഞാൻ ഒരു സീൻ ഉണ്ടാക്കി അവിടേക്ക് വന്നോളാം. പക്ഷേ ആ നയനെയും കനകയും കൂടെ കൊണ്ടുപോയേക്കരുത്. അവര് വന്ന നമ്മുടെ പ്ലാൻ ഒക്കെ തകരും. ഇന്നത്തോടെ നവ്യയുടെ ഡ്രാമ നമുക്ക് അവസാനിപ്പിക്കണം.